അപ്പം ഇന്നത്തത് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം മനസ്സിലായില്ലേ? ഫസ്റ്റ് തന്നെ എഗ്ഗ് കാണിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി നിന്ന ഒരു ഐറ്റം കിട്ടും. എഗ്ഗ് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ ഇത്. ഇതിനെന്തോ ഒരു പേരുണ്ട്, സത്യം പറഞ്ഞാൽ ആ പേരിനോട് മറന്നുപോയി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അങ്ങനെ ആദ്യം തന്നെ ഒരു ഫ്രൈ പാനോ അല്ലെ ഒരു പാത്രം, അടികട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി വേണം, അതേപോലെ ഉള്ളി, ഇതെല്ലാം ചെറിയതാക്കി കട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഉള്ളി ഇടുന്ന ആ ഒരു സമയമായപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി എല്ലാം കൂടി കുറച്ചൊന്ന് കരിഞ്ഞോ എന്നുള്ളൊരു സംശയമുണ്ട്. സാരല്ല, അങ്ങനെ ഉപ്പിട്ട് കുറച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് തക്കാളിയും ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കട്ടോ. ഈ തക്കാളി ഇതെല്ലാം നല്ലതുപോലെ എന്ത് ചെയ്യണം, കുക്കായി വരണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കട്ടെ. അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ടെടുത്തതാണ്. ഇതിലേക്ക് കറിവേപ്പിലൊന്നും ഇടാറില്ല. ഇതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ചേർത്തിട്ട് നല്ലതുപോലെ ആ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. ആ ചൂടുവെള്ളം ചേർത്താൽ ചൂടുവെള്ളം നല്ലതുപോലെ എന്ത് ചെയ്യും, ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് എത്ര എഗ്ഗ് വേണോ അത്ര എഗ്ഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആകെ 3 എഗ്ഗ് മാത്രമേ ചേർത്തുള്ളേ. ഇത് ചെറിയ കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ഈ എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കട്ടോ. ഇത് നല്ലതുപോലെ കുക്കായി വരരുതേ, നല്ലതുപോലെ കുക്കായാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും കേട്ടോ. ഇതിൻ്റെ ആ ഒരു മഞ്ഞ നല്ലതുപോലെ കുക്കായിരുന്നു കേട്ടോ. വെള്ള കളറുള്ളത് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കട്ടോ. അപ്പം ഞാൻ വീട്ടിലുള്ള മല്ലിയിലാണ് ചേർത്തത്. ഇത്രയും ചേർത്ത് നമ്മുടെ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.